ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു മൺഡേ മോർണിംഗ് ആണ്. 8:45 എഴുന്നേൽക്കാൻ. തങ്കൻ യൂഷ്വലി മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നിരിപ്പുണ്ട്. ഇന്ന് രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ കൂലങ്കൃഷ്ണമായി ചിന്തിച്ച് അടുക്കളയിലേക്ക് പോവുകയാണ്. തങ്കന് പിന്നെ മോർണിംഗ് ഫുൾ കടൽസൊക്കെ വേണം, നമ്മുടെ കൂടെ കുറേ നേരം കളിക്കണം. ഞാൻ ആളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജിൽ നോക്കി. ഫ്രിഡ്ജിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോഴാണ് ഹോളിൽ നിന്നൊരു സൗണ്ട്. നോക്കുമ്പോൾ ഒരാൾ എന്തോ സാധനം കടിച്ചു പിടിച്ച് പോകുന്നുണ്ട്. എന്തെങ്കിലും സാധനം കിട്ടിയാൽ നമുക്ക് തരില്ല കേട്ടോ. ലീവ് പറഞ്ഞാലോ അങ്ങനെ ഒന്നും പറഞ്ഞാലും തരില്ല. നിങ്ങളിപ്പോൾ കണ്ടോ. അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ഞാൻ നേടിയെടുത്തു ഗൈസ്. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി. ഇന്ന് മുട്ട പുഴുങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പുഴുങ്ങാനിട്ടു. അപ്പോഴത്തേക്കും അപ്പു വന്നിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വീട് മാറാനുള്ള കാര്യങ്ങളെ പറ്റിയും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചിക്കനും എയർ ഫ്രൈ ചെയ്യാനിട്ടു. പിന്നെ ദോശമാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായി, അതിൻ്റെ ആളും വന്നു. അങ്ങനെ എല്ലാം ചടപടിയും ചെയ്തു. അപ്പോൾ അടുത്ത ആൾ വീണ്ടും ഒരു കുരുത്തക്കേട്. ഇത് അപ്പുവിൻ്റെ ഒരു മിഡ് ഡേ മീലാട്ടോ. ഇത് ആൾ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. അപ്പോഴത്തേക്കും ഞാൻ തക്കാളി ചട്നിയും ആക്കി, മുട്ട പുഴുങ്ങാനും ഇട്ട്, ദോശയും ചുട്ടു. തങ്കൻ ഇന്ന് കഴിക്കുന്നത് ദോശയും ഫിഷും കോളിഫ്ലവറും ആണ് കേട്ടോ. പിന്നെ ചിക്കൻ എയർ ഫ്രൈ ചെയ്തത് അത് ആൾക്ക് വേണ്ടി പാക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ആൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി, ഹെൽമെറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ ദോശയും മുട്ടയും ചിക്കൻ എയർ ഫ്രൈയും തക്കാളി ചട്നിയും എല്ലാം കൂടി കഴിച്ചു. അതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നീട് യൂഷ്വൽ പണികൾ, ദിവാനൊക്കെ ഒന്ന് ഒതുക്കി, ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അടുക്കള പോയി നോക്കി, അടുക്കളയെല്ലാം ചടപടയൊന്ന് ക്ലീൻ ചെയ്തു. ലോണ്ട്രിക്ക് ഇട്ടു. സാധാരണ ഞങ്ങളുടെ ലോണ്ട്രി ബാഗ് കുത്തി നിറഞ്ഞാണ് ഇരിക്കാറ്. അങ്ങനെ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ബെഡ് വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ബെഡ് വിരിച്ചു. അങ്ങനെ ബെഡൊക്കെ നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ട് സെറ്റായിരിക്കുമ്പോൾ രാത്രി ഒന്ന് കിടക്കാൻ നല്ല സുഖമാണ്. ബെഡൊക്കെ സെറ്റായി. അടുത്ത മുറി പോയി നോക്കിയപ്പോഴാണ് ഒരു കുന്ന് തുണി. അങ്ങനെ 10 മണിയപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഓഫീസ് വർക്കിലേക്ക് കിടക്കാം. ലോങ് ഡേ ഹെഡ്. ഒരാൾ ഇവിടെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി മൺഡേ ഗൈസ്.